ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ആനുവൽ ഡേ ഓഫ് മൈ സ്കൂൾ. ഇന്നലെ ആയിരുന്നു ആനുവൽ ഡേ. 27th January 2024 ആയിരുന്നു ആനുവൽ ഡേ. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലൊരു ആനുവൽ ഡേ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഓക്കെ, പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ബട്ട് കണ്ടിട്ടില്ല. സോ യെസ്റ്റർഡേ ഐ എക്സ്പീരിയൻസ്ഡ് ദാറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ മൊത്തം. ഓക്കെ, അപ്പോൾ ആനുവൽ ഡേ എന്തായാലും എല്ലാവർക്കും അറിയാം. ഒരു സ്കൂളിലെ മൊത്തം ഒരു കൊല്ലം നടന്ന കാര്യങ്ങൾ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, പാട്ട്, ഡാൻസ്, എവറിത്തിങ് വിൽ ബി ദെയർ. പക്ഷേ ഈ ഒരു ആനുവൽ ഡേ നടക്കുന്നതിന് ഒരു 3 പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ 3ആയിട്ടാണ് ഈ വീഡിയോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തത് എങ്ങനെ ഈ ആനുവൽ ഡേ പ്ലാൻ ചെയ്തു എന്നുള്ളത്. ദ സെക്കൻഡ് വൺ, ദ പ്രോസസ്സ്, എല്ലാ കാര്യങ്ങളും. ആൻഡ് ഫൈനലി ദ ഫീലിംഗ്, എങ്ങനെ ഈ ആനുവൽ ഡേ സക്സസ് ആയി നടന്നു കഴിയുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച്. ഇനി ആണ് ആദ്യത്തെ കാര്യം, പ്ലാനിങ്. ഓക്കെ, അപ്പം ഞങ്ങൾ ഈ ആനുവൽ ഡേയുടെ തീം എന്ന് പറയുന്നത് ഇമോഷൻസാണ്. അപ്പോൾ എൻ്റെ വിചാരം ഒരു ആനുവൽ ഡേ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സിനിമ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിച്ച് ഓരോ ക്ലാസ് ഡാൻസ് കളിച്ചൊക്കെ പോവും. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ബട്ട് അങ്ങനെയല്ല, ഒരു തീം ഉണ്ടായിരുന്നു. സോ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൾ, ഈ തീം ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ കൂടി ഒരു മീറ്റിംഗ് കൂടി. ഇമോഷനാണ് നമ്മുടെ തീം. ആൻഡ് ഓരോ ഇമോഷൻസ്, ഹാപ്പിനെസ്, ജോയ്, ഫൺ, ആങ്കർ, ജലസി, ഫിയർ, ആങ്സൈറ്റി, ഇങ്ങനെ ഓരോ ഇമോഷൻസ് ഓരോ ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ പ്ലാനിങ് ആയിരുന്നു. ഇറ്റ് വാസ് എ ലോങ് പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയണം. ഓക്കെ, സോ ഒരു 80-70 ഡേയ്സ് മുൻപേ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, പ്ലാൻ ചെയ്യാം. ഓരോ ഇമോഷനെ ഇന്ന സോങ് എടുക്കണം, സോങ് കട്ട് ചെയ്യണം, അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഉണ്ടാക്കണം. സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പ്ലാനിങ്. ആൻഡ് ഇറ്റ്സ് ആൻ എഫേർട്ട് ഓഫ് ഓൾ ദ ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ലീഡിങ് ടീച്ചേഴ്സ്. ഇവരെല്ലാം ഓരോ കാര്യത്തിനും ഓരോ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഗ്രേഡ് 7 ക്ലാസ് ടീച്ചറാണ്. സോ എനിക്ക് കിട്ടിയ ഇമോഷൻ എന്ന് പറയുന്നത് ഫിയർ ആൻഡ് ആങ്സൈറ്റി. ഓക്കെ, ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കും എൻ്റെ കോ ടീച്ചറായിട്ടുള്ള സീന മാം എന്ന് പറഞ്ഞ മാമുണ്ട്. മാമിന് ഞങ്ങൾക്കൊക്കെ ഒരു ആങ്സൈറ്റി ആയിരുന്നു, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്. ഫിയർ, ഓക്കെ ഒരു ഐഡിയ ഉണ്ടാവും. ബട്ട് ആങ്സൈറ്റി എന്താണ് സംഭവം, എന്ത് എക്സ്പ്രഷനാണ് കുട്ടികൾ മുഖത്ത് കൊണ്ടുവരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ആൻഡ് ഇതിനെക്കുറിച്ചുള്ളതായിരുന്നു ഈ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, പ്രോസസ്സ്. സോ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും രസമുള്ള കാര്യം. കാരണം നമുക്കിപ്പോൾ പാട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളുണ്ട്. ഇനി ഈ പറഞ്ഞ സ്റ്റുഡൻസിനൊക്കെ ഡാൻസ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ഈ ഡ്രാമ ഇമോഷൻസ് കാണിക്കണം. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഒരു സിനിമാറ്റിക് പാട്ടോ ഡാൻസോ അല്ല നമുക്ക് പെട്ടെന്ന് പാട്ടിട്ട് ഡാൻസ് കളിക്കാൻ, സ്റ്റെപ്പ് ഇടാൻ. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അവരുടെ ഇമോഷൻസ് അതിൽ കാണണം. സോ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ, 9th സ്റ്റുഡൻസിനെ അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ജോബ്. ബട്ട് ദ കൊറിയോഗ്രാഫേഴ്സ് ഹാഡ് പുട്ട് സോ മച്ച് എഫേർട്ട്. അവർ അത്രയും എഫേർട്ട് ഇട്ട് കൂടെ നിന്ന്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ടീച്ചേഴ്സ്, ഒപ്പം നിന്ന് ഡേയ്സ് ഓഫ് ഹാർഡ് വർക്കാണ്. ഡേയ്സ് എന്ന് പറഞ്ഞാൽ പോലെ വീക്സ് ഓഫ് ഹാർഡ് വർക്കാണ്. ആഴ്ചകളാണ് പ്രാക്ടീസ് ചെയ്തത്, ഈച്ച് സ്റ്റെപ്പ് കാര്യങ്ങൾ എല്ലാം ചെയ്തത്. അതൊരു വലിയൊരു പ്രോസസ്സാണത്. ആൻഡ് ഈച്ച് ടൈം ഓരോ 1 മിനിറ്റ് 2 മിനിറ്റ് പഠിച്ച് തീരുമ്പോഴും വൈസ് പ്രിൻസിപ്പൽ യൂസ് ടു കം, ഓരോന്ന് കാണും, അതിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ സജഷൻസ് തരും, അത് റെക്ടിഫൈ ചെയ്യും. എഗെയിൻ ദേ വിൽ പ്രാക്ടീസ്. ആൻഡ് സ്റ്റുഡൻസ്, യു ഓൾ ആർ അമേസിങ്. കാരണം നിങ്ങളിടുന്ന എഫേർട്ട് എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടതാണ്. ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് വീണ്ടും വീണ്ടും ദ ഹോൾ ഡേ ദേ ആർ ഡൂയിങ്. സോ എ ബിഗ് സല്യൂട്ട് ടു ഈച്ച് ആൻഡ് എവരി വൺ. കൊറിയോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്. മോർ ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റുഡൻസ്. പിന്നെ അതൊരു രസമാണ്. കാരണം ക്ലാസ്സിൽ പഠിക്കുകയൊന്നും വേണ്ട, ഡെയിലി വരിക, രാവിലെ പ്രാക്ടീസ് ചെയ്യുക, രാവിലെ തുടങ്ങും, പ്രാക്ടീസ് ചെയ്യാൻ പോവുക. ഫുൾ ടൈം ഡാൻസ് പ്രാക്ടീസ് തന്നെയാണ് അത്. സോ ഓരോ ആഴ്ച ഓരോ ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്ത് 3-4-5 ഡേയ്സ് എടുത്ത് ദ ഹോൾ തിങ് അവർ പഠിച്ച് വൃത്തിയായി. പിന്നെ ഉള്ളതാണ് ഞങ്ങൾ ക്ലാസ്സിൽ പിന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ആൻഡ് ആ ഒരു ടൈമൊക്കെ ഭയങ്കര രസമാണ്. കാരണം കുട്ടികൾ കുറേ നേരം പ്രാക്ടീസ് ചെയ്യും, പിന്നെ ക്ലാസ്സിൽ കുറച്ച് നേരം കളിക്കും, കുറേ സംസാരിക്കും. ആൻഡ് അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞാനിതെല്ലാം ഫസ്റ്റ് ടൈമാണ് അനുഭവിക്കുന്നത്. സോ അത് നല്ല
ഫീലിങ്സ് ആണ്. ബട്ട് എല്ലാ ദിവസവും അത്ര അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല. ഭയങ്കര കേട്ട പാട്ട് തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, പിള്ളേർക്കാണെങ്കിലും ഒരു മടുപ്പുണ്ടാവും. അതൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാരണം. ബട്ട് ഐ ഓൾവേസ് ടെൽ എൻജോയ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും ഡാൻസും ഓരോ ടീച്ചേഴ്സും ഇതിങ്ങനെ ചെയ്യും. പിന്നെ എന്താ പറയുക, ഈച്ച് തിങ്, അതായത് കുട്ടികളെങ്ങനെ സ്റ്റേജിൽ കയറണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈച്ച് ആൻഡ് എവ്രിതിങ്, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വൈസ് പ്രിൻസിപ്പൾ ശ്രദ്ധിച്ച് പറഞ്ഞു തന്ന്, ലീഡിങ് ടീച്ചേഴ്സ് ആണെങ്കിൽ പറഞ്ഞു തന്ന് ഇത് നിങ്ങൾ കറക്റ്റായി ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം, ഓരോ കാര്യം വളരെ പെർഫെക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ടെൻഷൻ, ഹെഡേക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയില്ല. ഓരോ കാര്യം വൃത്തിയെ പറഞ്ഞു തരും. ഓൺലി തിങ് നമ്മൾ കുറച്ചും കൂടി സ്ട്രിക്റ്റായി നിന്ന് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായിരുന്നു ഫോർ എവ്രിതിങ്, ഈ ഒരു ആനുവൽ ഡേ സക്സസ്സായി നടക്കാനുള്ളത്. ആൻഡ് ഫൈനലി ഈ പ്രോസസ്സിൽ കുറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ, പ്രിൻസിപ്പൽ സാർ അശോക് സാറ്, സനീർ സാറ്, ഇങ്ങനെ പിന്നെ 2 കോസ്റ്റ്യൂം ഡിസൈനേഴ്സൊക്കെ കൂടി ഞങ്ങൾ കോയമ്പത്തൂരൊക്കെ പോയി. അയ്യോ, അതൊക്കെ ഭയങ്കര ഫണ്ണായിരുന്നു. കാരണം വൈകുന്നേരം പോകുന്നു, രാത്രി വരെ കടകളായ കടകൾ കയറി, ഈ ഡ്രസ്സ് ശരിയാകുമ്പോൾ എണ്ണ ഉണ്ടാകുമ്പോൾ കളർ ഇഷ്ടപ്പെടില്ല. അയ്യോ, അതൊക്കെ ആലോചിച്ചാൽ തന്നെ ഇപ്പം ആലോചിക്കുമ്പോൾ ചിരി വരും. ബട്ട് ആ ടൈമിൽ അതൊരു ടെൻഷനായ കാര്യമാണ്. കാരണം ഓരോ കോസ്റ്റ്യൂം എടുക്കുക, ഇങ്ങനെ ഫണ്ണാണത്. ഫൺ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. സ്റ്റിൽ ഭയങ്കര രസമുള്ളൊരു ടൈമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആനുവൽ ഡേ അടുക്കും തോറും നമുക്ക് എല്ലാ കാര്യങ്ങളും പക്കയായോ, മേക്കപ്പ് കാര്യങ്ങൾ, കോസ്റ്റ്യൂം, അവരുടെ ആക്സസറീസ് എല്ലാം പക്കയായോ എന്നുള്ള, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദ ഹോൾ സ്കൂൾ വർക്ക് ആസ് എ ടീം, ഒരു മൊത്തത്തിൽ എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഒരാളെ സഹായിക്കാൻ വേറൊരാൾക്കാർ അവിടെ ഉണ്ടാവും. സോ അതൊരു നല്ലൊരു, എന്താ പറയുക, നമുക്കൊരു ട്രസ്റ്റ് അവിടെ കിട്ടും. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല അവിടെ. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ആനുവൽ ഡേ ഇത്ര സക്സസ്ഫുൾ ആയത്. സീരിയസ്ലി ഇട്ടില്ല, ഞാൻ എൻ്റെ സ്കൂള് ഇതാക്കാനോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ അടിപൊളിയാക്കാൻ പറയുന്നതല്ല. അതുകൊണ്ടാണ് ആ പരിപാടി അത്രയും സക്സസ്ഫുൾ ആവുന്നത്, ഹോൾ വർക്ക് ആസ് എ ടീം. പിന്നെ ഞാൻ മൂന്നാമത്തെ കാര്യമാണ് ദ ഫീലിംഗ്. ഈ ആനുവൽ ഡേ ഓരോ ക്ലാസ്സിലെയും പ്രോഗ്രാം നന്നായി നടന്നു കഴിയുമ്പോൾ ദ ടീച്ചർ ഹു സീസ് ദാറ്റ്, അത് കണ്ട്, അല്ലെങ്കിൽ ആ പാരൻസ് അത് കണ്ട് അവരുടെ മക്കൾ നന്നായി ചെയ്ത് ആ പ്രോഗ്രാം ഫുള്ള് കഴിഞ്ഞ് അപ്പം ടീച്ചറിനെ വന്ന് കണ്ടിട്ട്, ടീച്ചർ നന്നായിട്ടുണ്ട്, ഈ പ്രോഗ്രാം അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, താങ്ക് യു സോ മച്ച് എന്നൊക്കെ നേരിട്ട് വന്ന പാരൻസ് ആ ടീച്ചറിന് കൈ കൊടുത്ത് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ എത്ര ഇനി വീഡിയോ കൂടി പറഞ്ഞാലും മനസ്സിലാവില്ല. അത് അനുഭവിക്കുക തന്നെ വേണം. ആൻഡ് അത് ഞാൻ അനുഭവിച്ചു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ, സീരിയസ്ലി ഐ എം ടെല്ലിങ് സോ ഗ്രേറ്റ്ഫുൾ. കാരണം പാരൻസ് എനിക്ക് കൈ തന്നിട്ട്, സാർ അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി എഫേർട്ട്, നല്ല ഇഷ്ടമായി, നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, മൈ ഗോഡ്, ദാറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. ആൻഡ് ആ ഫീലിംഗ് അടിപൊളിയായിട്ട് അവിടെ ഇന്നലെ എല്ലാ ടീച്ചേഴ്സും അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ. ആൻഡ് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു പരിപാടിയിലെ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ ഞാൻ പ്രിൻസിപ്പളിനെ കണ്ടു, വൈസ് പ്രിൻസിപ്പളിനെ കണ്ടു, ടീച്ചേഴ്സ്, ലീഡിങ് ടീച്ചേഴ്സ്, ബാക്കിയുള്ള ടീച്ചേഴ്സിനെ കണ്ടു. സോ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എലഗൻ പബ്ലിക് സ്കൂളിൽ all the teachers worked as a team, and that's why it became so successful, and I love it. ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവരി വൺ. പാരൻസ്, നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇതൊന്നും നടക്കില്ല. ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾ അടിപൊളിയാണ്, ആസ് ഓൾവേസ് നിങ്ങൾ അടിപൊളിയാണ്. ഐ നോ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ബട്ട് ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. And thank you God for this experience and those moments. Thank you so much. അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye.